അതിനുശേഷം ഞാൻ പിന്നെ ഇപ്പോൾ ഒരു 2 മാസം മുന്നേ ആയിരിക്കാൻ ഇവിടെ ഒരു ഫംഗ്ഷൻ ഉള്ളപ്പോൾ ഒന്ന് ഇവിടെ വന്ന് നോക്കി ഇത് പറഞ്ഞപ്പം ഞാനും വൈഫും. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് വിശ്വസനീയമല്ലാത്ത രീതിയിലൊന്നും തോന്നിയില്ല. ഇനി മുകളിലേക്കൊന്നും ഞങ്ങൾ ഇവർക്ക് വാടക കൊടുത്തല്ലേ, ഞങ്ങളൊന്നും മുകളിലേക്കൊന്നും കയറിയിട്ടൊന്നുമില്ല. എല്ലാം താഴെ അവർ തന്നെ താമസിക്കുന്ന, ബാക്കിയെല്ലാം അവർ തന്നെ നടത്തുന്നത്. ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആളിപ്പോ ഇവിടെ സംഭവത്തിന് ശേഷം വിളിച്ചോ? ഇല്ല, എന്നല്ലേ ഇത് സംഭവം. എന്നെ വിളിച്ചിട്ടില്ല, ഞാൻ വിളിച്ചിട്ടില്ല. എനിക്ക് വിളിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. അല്ല, അവരെ വൈഫല്ലേ താഴെ താമസിക്കുന്നു പറഞ്ഞത്. അപ്പൊ അവരല്ലേ ഇവിടെ താമസിക്കുന്നത്. ഈ കൊണ്ടുപോയ ആൾക്കാർ അവർ പറഞ്ഞ ആ സ്ത്രീ ഉണ്ടോ? ഉണ്ട് ഉണ്ട്. വൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീ ഉണ്ട് 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 ഉണ്ട്. ഇതിപ്പം പിന്നെ ഫാമിലി ആയിട്ട് സ്ഥിരമായിട്ട് ഇത്രയും കാലമായിട്ട് എൻ്റെ വീട്ടിൽ വരുന്ന വൈഫാന്ന് പറയുന്നത്. പക്ഷേ അവരുടെ അഗ്രിമെന്റിൽ ആധാരം എല്ലാം വെച്ചിട്ടാണ് അഗ്രിമെന്റ് എടുത്തത്. എല്ലാ അഗ്രിമെന്റും ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ജോലി എന്താണെന്ന് പറഞ്ഞത് അവരെ വാങ്ങുന്ന സമയത്ത്? അങ്ങേർക്ക് ഫിസിയോതെറാപ്പിസ്റ്റാണ്. ലേഡി വൈഫല്ലേ? വൈഫാന്നുള്ളതാണല്ലോ പറഞ്ഞത്. വൈഫിന് നടത്താൻ വേണ്ടിയിട്ട്. പിന്നെ അതല്ല, ഇവർക്ക് ഇവിടെ ഒരു പാക്കിങ്ങിന്റെ ഒരു ഏർപ്പാടുണ്ടെന്ന് പറഞ്ഞേ. ഇവിടെ അടുത്ത് എവിടെയോ ഒരു പാക്കിങ്ങിന്റെ എന്ന് വെച്ചാൽ ഈ സ്പൈസസ് എല്ലാം വാങ്ങിയിട്ട് പാക്ക് ചെയ്ത്. അപ്പം ഞാൻ പറഞ്ഞു എന്നാ പിന്നെ നല്ലൊരു ഓണ്ടർപ്രണർ ആണില്ലേ എന്ന് അതും ഞാൻ ചോദിച്ചു. അപ്പം പിന്നെ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ കഴിയണ്ടേ എന്നാണ് പറഞ്ഞത്. CCTV വെക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ് അവരോട്. നിങ്ങൾ CCTV വെക്കണം എന്ന് പറഞ്ഞു. CCTV ഇതവിടെ ഉണ്ടായിരുന്നു. ആ CCTV മുഴുവൻ കവർ ചെയ്യുന്നില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അത് എൻ്റെ വൈഫിന്റെ റൂമാണ്, അത് അവിടെ നിന്നുണ്ട്, അതാണ്, അല്ലാണ്ട് കവർ ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് എൻട്രൻസിൽ വരുന്നിടത്ത് തന്നെ TV ഇല്ലേ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ലിങ്ക് എനിക്ക് തന്നിട്ടുണ്ട്. ലിങ്ക് പിന്നെ ഞാൻ എപ്പോഴെങ്കിലൊക്കെ അല്ലേ നമ്മൾ നോക്കുള്ളൂ. ഇന്ന് ഈ അടുത്തൊന്നും ഇന്നലെ മെനാനട്ടോ എന്തോ നോക്കിയിനി. കൊണ്ടുപോയ ആൾക്കാരെ മുമ്പൊന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇങ്ങോട്ടൊന്നും ഇങ്ങനെ വരുന്നില്ലല്ലോ, ഞാൻ അറിയില്ലല്ലോ. ഞാൻ പിന്നെ കണ്ടുപരിചയമുള്ള ആൾക്കാരാണോ എന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല. പോലീസ് വിളിച്ച് സബ് ഇൻസ്പെക്ടർ വിളിച്ചിട്ട് സബ് ഇൻസ്പെക്ടർ കാണിച്ചു തന്ന അവരൊക്കെ കണ്ടോ എന്ന് ചോദിച്ചത് എന്നോട്.